ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗമിസ് ആണ് മക്കളെ. നമ്മുടെ ഓണത്തോടൊപ്പം നമ്മുടെ ഓണ എക്സാം ഇതാ എത്തിപ്പോയി അല്ലേ. എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ വളരെ സ്പീഡിലാണ് നമ്മൾ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ മക്കൾക്ക് അറിയാലോ, നമുക്ക് ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് അല്ല നമുക്ക് പഠിക്കാനുള്ളത്, 18ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ അത്രയും നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മിസ് എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് എക്സാമിനുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു ട്രാവലിനൊക്കെ പോകുന്ന സമയത്ത്, ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു റൂട്ട് അറിഞ്ഞു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കത്തില്ലേ. അതേപോലെ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടറായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ പോവുകയാണ് കേട്ടോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത്. നമുക്ക് മെയിൻലി 7 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. എത്ര ചാപ്റ്റേഴ്സ് ആണ്? 7 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, ഇയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റ്, ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻ, challenges to restoration of the Congress system, the crisis of democratic order, the rise of popular movement. ഇങ്ങനെ 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ ഈ ഓരോ ചാപ്റ്റേഴ്സിനും എസ്സേ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി പോകെ നമുക്ക് ഒരുപാട് ലൈവുകളും കാര്യങ്ങളും വരും, നിങ്ങൾക്ക് കോണ്ടൻസ് വരും. അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. ഏതൊക്കെ കോണ്ടൻസുകളാണ്, ഏത് ചാപ്റ്റേഴ്സാണ് സ്പെഷ്യൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഈ കാണുന്ന വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും മിസ്സേ ആ വീഡിയോ ഒന്നിടോ, ഈ വീഡിയോ ഒന്നിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ അത് നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ വരും. അപ്പം നേരത്തെ അറിഞ്ഞു വെച്ചാൽ നമുക്കത് പഠിക്കാൻ എളുപ്പമാവത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് അറിയേണ്ടതെന്നുള്ളത് ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മിസ് ഒന്ന് ഓവറോൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് പറഞ്ഞുതരാം. ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിങ്ങിൽ നമ്മൾ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും, അതേപോലെ ആ ചാപ്റ്ററിന് പിന്നെ ചോദിക്കുന്നത് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മുടെ പാർട്ടീഷൻ, വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ചിട്ട് ചോദിക്കും. സോ ഫസ്റ്റ് ചാപ്റ്ററിന് നമ്മൾ എന്ത് ചാപ്റ്ററാണ്? എസ്സേ ചാപ്റ്ററാണ്. ഓക്കെ, എസ്സേ ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. നമ്മുടെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ്റെ ഫീച്ചേഴ്സും, അതേപോലെ തന്നെ നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടീസ്, നമ്മൾ ഒരു 5ഓളം ഒപ്പോസിഷൻ പാർട്ടീസ് പഠിക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ പേരും അതിൻ്റെ ഫൗണ്ടറും, അങ്ങനെ മാച്ച് ദ ഫോളോവിങ് ആയിട്ട് 2 മാർക്കിന് 4 മാർക്കിന് വരെ ചോദിച്ച അതൊക്കെ വർഷങ്ങളുണ്ട്. ഇനി പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, അതേപോലെ തന്നെ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞു വെക്കുക, വൈറ്റ് റെവല്യൂഷൻ ഒന്ന് ചെറുതായി വായിച്ചു വിടാം. ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ എന്നാണ് പിന്നെ അടുത്ത നമുക്ക് എന്ത് ചെയ്യുന്നത്, എസ്സേ വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ ഇന്ത്യ ചൈന റിലേഷൻ ആണ് നമ്മൾക്ക് എസ്സേ ആയിട്ട് വരാറ്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഫോറിൻ പോളിസി, നോൺ അലൈൻ മൂവ്മെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ചലഞ്ചസ് ടു റീസ്റ്റോറേഷൻ ഓഫ് എ കോൺഗ്രസ് സിസ്റ്റത്തിൽ സാധാരണഗതിയിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. അതിൽ ചില ടേമുകളൊക്കെ കൊടുത്തിട്ട് ഓരോ നമ്മളിപ്പോൾ ലൈക്ക് നമ്മൾ മാച്ച് ദ ഫോളോവിങ് അല്ലാതെ രീതിയിൽ ഇതേ രീതിയിൽ വരില്ലേ, സ്ലോഗനൊക്കെ കൊടുത്ത് ഗരീബി ഹട്ടാവോ ആരുടേതാണ്, ജയ് ജവാൻ ജയ് കിസാൻ ആരുടേതാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കോൺഗ്രസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ നിന്ന് ചോദിക്കും. പിന്നെ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്നാണ് അടുത്ത എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നത്. അവിടെ നമുക്ക് വരുന്നത് എന്താണ്? എമർജൻസി. ആ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ എമർജൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എമർജൻസിനെ കുറിച്ചിട്ടും അതിനുശേഷം ഉണ്ടായ കോൺസിക്വൻസസ് എന്താണെന്നൊക്കെയാണ് അവിടെ നമുക്ക് വരിക. പിന്നെ നമ്മുടെ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റിലാണ് അടുത്ത എസ്സേ വരുന്നത്. അപ്പം ടോട്ടൽ 7 ചാപ്റ്ററിൽ 4 ചാപ്റ്ററിന് എസ്സേ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ മക്കൾക്ക് 7 ചാപ്റ്റേഴ്സ് ആണോ നമ്മൾ പഠിക്കാനുള്ളത്. അതേപോലെ ഈ ചാപ്റ്ററിൽ 7 മൂവ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ 7 മൂവ്മെൻറ്റ്സിൽ ചിപ്കോ മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ നർമ്മദ ബച്ചോ ആന്തോളനൊക്കെ ഡയറക്റ്റായി ചോദിക്കും. അല്ലാത്ത രീതിയിൽ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ
മൂവ്മെന്റ്, നമ്മൾ ആന്റി അറാക്ക് മൂവ്മെന്റ് ഒരു സ്ത്രീപക്ഷ മൂവ്മെന്റ് ആണോ, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. അതേ രീതിയിലുള്ള എസ്സേസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നമുക്കൊന്ന് ഓവറോൾ ആയിട്ട് നമ്മളെ ഈ ഒരു 7 ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇനി പോകെ പോകെ ഒരുപാട് വീഡിയോസും കോണ്ടന്റ്സും ഷോർട്സും ലൈവും ഒക്കെ വരുന്നതാണ്. നമ്മൾ 10 days ചലഞ്ച് ഒക്കെ വരുന്നതാണ്. അപ്പം എൻ്റെ മക്കൾ ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. മിസ് അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് എല്ലാ വീഡിയോസും എൻ്റെ മക്കൾക്ക് എത്തിക്കും കേട്ടോ. അപ്പം ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വറീഡ് ഒന്നും ആവണ്ട. 7 ചാപ്റ്ററുകളും ഈസി ആയിട്ട് സെറ്റാക്കാം. പക്ഷെ എന്ത് ചെയ്യണം, എല്ലാ കോണ്ടന്റും ലൈവും നിർബന്ധമായിട്ട് കാണുക മാത്രമല്ല പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക് തൽക്കാലം മൈൻഡപ്പ് ചെയ്യല്ലേ, കാരണം നമുക്ക് ഒരുപാട് സെക്ഷനിൽ ഇനി നമുക്ക് കാണാനുള്ള അല്ലേ. അപ്പം വേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ അത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് പറയാനുള്ളത്. സോ ദാറ്റ്സ് റബർട്ട്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears. Bye bye.